ഞാൻ അടുത്തിടെ പല വീഡിയോസിലായിട്ട് കാണിച്ച YSL ലീബ്രെ പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനാണ്. വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രാഗ്രൻസ് ആണ്. ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതിലൊരു സ്വീറ്റ്നെസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു പൗഡറി ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നോട്ട്സ്. കുറച്ചൊരു ആരോമാറ്റിക് നോട്ട്സും വരുന്നുണ്ട്. വളരെ പ്ലീസിങ് ആണ്, അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. ജെൻസിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രാഗ്രൻസ് ആണ്. സോ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് കൂടിയാണത്. മിക്ക ആൾക്കാരും വാങ്ങിക്കാറുണ്ട്, ഗിഫ്റ്റ് കൊടുക്കാനായിട്ടോ യൂസ് ചെയ്യാനായിട്ടോ ഒക്കെ അത് വാങ്ങിക്കാറുണ്ട്. നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ സാധാരണ ഒരു ടിപ്പിക്കൽ ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ഒരു ടിപ്പിക്കൽ പെർഫ്യൂമിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയ വേറൊരു പെർഫ്യൂം നമ്മുടെ ഡിയോർ സവാഷ് ആയിരുന്നു. അത് സാധാരണ മറ്റതെല്ലാം ഒരു ജനറിക് നാച്ചുറൽക്ക് പോകുമ്പോൾ ഇതങ്ങനെ പോവാത്ത കുറച്ച് പെർഫ്യൂംസിൽ പെട്ട ഒരെണ്ണം. സോ എന്തായാലും വാങ്ങിച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു യുണീക്നെസ് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് കൂടിയാണ്. സോ വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു 2 hours വരെ പ്രൊജക്റ്റ് ചെയ്യും. അവിടെ നിന്ന് 5 to 6 hours വരെ ലാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം. സോ ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം.